അയനിവേലിക്കുളങ്ങര ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സുഹൃതം എന്ന പേരിലാണ് സംഗമം നടത്തിയത്. 1986-87 അക്കാദമിക വർഷം കരുനാഗപ്പള്ളി അയനിവേലിക്കുളങ്ങര ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയവരാണ് ഒത്തുചേർന്നത്. ഇതോടൊപ്പം ഗുരുനാഥന്മാരും ഒരുമിച്ചു. സുഹൃതം 87 എന്ന പേരിലാണ് പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത്. ലിറ്റിൽ സ്റ്റാർ പാടിക്കൊണ്ടുപോകുന്ന നഴ്സറി സ്കൂൾ കുട്ടികൾ അതൊക്കെ മാറി ബാക്കിലേക്ക് പോകുമ്പോൾ 84-87 കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അയനിവേലിക്കുളങ്ങര എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു തറവാട്ട് വീടിൻ്റെ ചുറ്റുമായി ആ വീടിന് അലങ്കാരം പോലെ നിലനിന്നിരുന്ന ഒരു ചെറിയ വിദ്യാലയം. അതിൻ്റെ പേരാണ് ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ UP സ്കൂൾ. ആ UP സ്കൂളിലെ ഹൈസ്കൂൾ ആയിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ എത്തിച്ചേരുമ്പോഴുള്ള സ്കൂൾ, ആ സ്കൂളിൻ്റെ ചിത്രം ഇവിടെ കാണാം. ചാർലി സാറിൻ്റെ തലയുടെ നേരെ മുകളിലായിട്ടാണ് ഞങ്ങൾ അസംബ്ലിക്ക് വേണ്ടി നിരനിരയായി നിൽക്കുന്നത്. അത് നേരെ മുകളിൽ ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്. അല്പം റിനോവേഷനൊക്കെ വിധേയമായ ശേഷം ആ കെട്ടിടം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇപ്പോൾ ആ സ്കൂളിൻ്റെ ചിത്രം ആകെ മാറിയിട്ടുണ്ട്. വളരെയധികം വ്യത്യസ്തമായ ഒരു രൂപഭാവത്തിലേക്ക് സ്കൂൾ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിനെ അതിർത്തി നിശ്ചയിച്ചിരുന്നത് മുളവേലിയായിരുന്നു. അജയ് കുമാർ, ഷാജി, സജികുമാർ, സന്തോഷ്, സുരേഷ് ഇഷ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതി ദേവി, നീ ഇത് കാണുന്നില്ലേ? നീ ഇത് കേൾക്കുന്നില്ലേ? നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ രോദനം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.